വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽ ഡൗൺ ആയി, എല്ലാം ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് നടക്കുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച റീബിൽഡ് വയനാടിലെ ടൗൺഷിപ്പ്. സർവൈവ് ചെയ്ത് വന്നവർക്ക് എല്ലാവർക്കും ടൗൺഷിപ്പിലൊരു വീട്, മൊത്തം ഒരു വലിയ ടൗൺഷിപ്പ് പ്രൊജക്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ. ഒരുപാട് പേര് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. 100 വീട്, 50 വീട്, 20 വീട് വെച്ച് കൊടുക്കാൻ എല്ലാവരും റെഡിയാണ്. കേരള സർക്കാർ ഇത് ഏറ്റെടുത്തൊരു ടൗൺഷിപ്പായി മാറ്റിയിട്ട് ആ ടൗൺഷിപ്പിനകത്ത് ഇനി അങ്ങനെ ആയിരിക്കാം മേ ബി ആളുകൾ എത്രയാണോ വീടുകൾ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ നമ്പർ ഓഫ് വീടുകൾ നിങ്ങൾ ആ ടൗൺഷിപ്പിൽ വെച്ച് കൊടുക്കുക എന്നുള്ള രീതിക്കായിരിക്കാം. എന്താണെങ്കിലും ആ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല കാര്യം, ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ, ഫുൾഫിൽ ചെയ്യാൻ പറ്റിയാൽ ഇതിലും നല്ലൊരു കാര്യം ഇനി അവർക്ക് ചെയ്തു കൊടുക്കാനില്ല. സർവൈവ് ചെയ്ത് വന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും ഒക്കെ ഇത് വലിയൊരു കൈത്താങ്ങായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിനു മുമ്പ് പുത്തുമലയിൽ ഉണ്ടായ അപകടം, ആ അപകടം നടന്ന സമയത്ത് അന്നും ഒരു ടൗൺഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വന്നിരുന്നു. ആ ടൗൺഷിപ്പ് വെച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്തിനാന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. പുത്തുമലയിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിന് മുകളിലെ കാർമേഘം നീങ്ങിത്തുടങ്ങി. ഈ കാണുന്ന കള്ളാടിയിലെ വാഴക്കാല എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള 11.40 ഏക്കർ ഭൂമിയിൽ പ്രകൃതി അനുകൂല ടൗൺഷിപ്പ് 8 മാസത്തിനകം നിർമ്മിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വാഗ്ദാനം. പ്രദേശവാസികളെ ഒരുമിച്ച് പുനരധിവസിപ്പിക്കാൻ ദുരന്ത സാധ്യതയില്ലാത്ത ഭൂമി കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന കടമ്പ. കള്ളാടിയിലെ ഈ ഭൂമി ജില്ലാ മണ്ണ് സംരക്ഷണ വിഭാഗം പരിശോധന നടത്തി വാസയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് ഭൂമി വാങ്ങുന്നത്. 103 കുടുംബങ്ങളെയാണ് ഇവിടേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത്. ഇതിൽ കുറച്ചുപേർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പകരം പുത്തുമല, ചൂരൽമല പ്രദേശങ്ങളിലെ മറ്റു കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ആധുനിക രീതിയിൽ പ്രകൃതി അനുകൂല നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള ടൗൺഷിപ്പാണ് നിർമ്മിക്കുക. എസ്റ്റേറ്റ് ഭൂമി തരം മാറ്റി നൽകാൻ സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കുമെന്നാണ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇങ്ങനെ പുത്തുമലയിലെ ആളുകൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് അവർ ആദ്യം ഇട്ടു. അതിനുശേഷം ഇപ്പോഴത്തെ എന്താ അവസ്ഥ, പുത്തുമലയിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ടൗൺഷിപ്പ് ഭാഗമായിട്ട് വീട് ലഭിച്ച ആളുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്, എന്താണ്, എത്രത്തോളം ക്വാളിറ്റി ഉള്ള വീടാണ് വെച്ചു കൊടുത്തത്, എന്താണ് ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കണ്ടോ. ദുരന്തബാധിതർക്കായി പൂത്തക്കൊല്ലിയിൽ 52 വീടുകളാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ചത്. പുറമേ നിന്ന് കാണാൻ മനോഹരമാണെങ്കിലും വീട്ടിനുള്ളിലെ അവസ്ഥ ഇതല്ല. ഈ ഒരു 2 റൂം മാത്രമുണ്ട് നമുക്കൊരു ചോർച്ചല്ലാത്ത. ബാക്കി അടുക്കളയും ഇവിടെ ഒക്കെ മൊത്തം ചോര തന്നെ. പിന്നെ ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സ്ഥിതി ഉണ്ടല്ലേ, ഇത് സഹിക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ എന്താ കാട്ടുക, ഞാൻ ആരോടാ പറയുക. ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ പുത്തുമല ദുരന്തബാധിതരുടെ നിലവിലെ അവസ്ഥയാണിത്. അടച്ചുറപ്പുള്ള വീട് കിട്ടിയെങ്കിലും മേൽക്കൂര ചോർന്നൊലിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇദ്ദേഹം മാസത്തിൽ 60 ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പലരോടും പരാതി പറഞ്ഞെങ്കിലും നടപടിയൊന്നുമില്ല. മഴ പെയ്താൽ വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വയ്യ. ഞാനാണ് അതിൻ്റെ എല്ലാ പണിയും ചെയ്യണത്. നിരത്തി പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിവാക്കി കൊടുക്കുന്ന ആൾ ഞാനാ. എത്ര വെച്ചിട്ട് നമ്മൾ ചെയ്യത്? അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ച്, പ്ലാസ്റ്റിക് അടിച്ചാലെങ്കിലും കുറച്ച് സമാധാനം കിട്ടട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ പണി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയണത്. എന്തിനാ അതിന് നിൽക്കേണ്ട ആവശ്യം? നമുക്ക് നല്ലതിൽ നമ്മൾ കൊടുത്ത പൈസ കൊടുത്ത് ഉണ്ടാക്കിക്കണതല്ലേ, നല്ലതിൽ തന്നൂടെ. ഞങ്ങൾ പ്രളയത്തിൽ നിന്ന് വന്ന ആൾക്കാരാ, എല്ലാം നഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാ ഞങ്ങൾ. ഒരു വീടിന് 4 ലക്ഷം രൂപയാണ് സർക്കാർ സഹായം. കൂടാതെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സർക്കാരുമായി കൈകോർത്തു. നിർമ്മാണം ഏറ്റെടുത്ത എഞ്ചിനീയർമാരുടെ അനാസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് പിന്നിലെന്നാണ് പരാതി. 4 പ്രാവശ്യം ഓട് മാറ്റിയിട്ടും ചോർച്ചയ്ക്ക് ഒരു പരിഹാരവും ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ അവരെ ബന്ധപ്പെട്ട എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടും അത് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു ഇതില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചോർച്ച ഉണ്ടാകുന്നത്. ദുരന്തത്തിൽ സ്ഥലം നഷ്ടമായ 18 പേർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അടച്ചുപൂട്ടിയ പുത്തുമല LP സ്കൂളിന്റെ പുനർനിർമ്മാണവും എവിടെയും എത്തിയില്ല. പുത്തുമലക്കാർക്കായി എല്ലാം നൽകിയെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇവരുടെ പരാതി കേൾക്കാനെങ്കിലും തയ്യാറാവണം. ഷാമിൽ അമീൻ,
ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കാരണം പ്രഖ്യാപനങ്ങൾ വരും, പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യും, പണി തുടങ്ങും, പിന്നെ ആ വഴിക്ക് ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെ ഇടയിൽ നിന്നിട്ട് അടിച്ചു മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇവരൊക്കെ ആയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകും. ലാസ്റ്റ് ഈ വീട്ടിലേക്ക് താമസം മാറി വരുന്ന കുടുംബങ്ങൾ ഒരു മഴ പെയ്യുമ്പോൾ വീണ്ടും അനുഭവിക്കണം. പുറത്തെ മഴയേക്കാൾ കൂടുതൽ അകത്ത് വെള്ളം കയറും. ബക്കറ്റും വെച്ച് കൊടയും ചൂടി നടക്കേണ്ട ഒരവസ്ഥ വീടിനകത്ത് അവർക്ക് വരും. ഓൾറെഡി ദുരന്തം അനുഭവിച്ച് ദുരിതമായ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും എന്ത് ചെയ്യരുത്, ദുരിതത്തിൽ കൊണ്ടുപോയിട്ടരുത്. അതായിരിക്കരുത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണെങ്കിലും ഇതിനിടയിലും ഈ പറഞ്ഞ ഇതിൻ്റെ നിർമ്മാണം ഭയങ്കര മോശമായ ക്വാളിറ്റിയിലാണ് നടക്കുന്നത്, കൃത്യമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അതൊന്നും പ്ലേ ചെയ്യുന്നൊന്നുമില്ല. എനിക്കിവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ടൗൺഷിപ്പ് കാര്യങ്ങൾ, പ്രൊജക്റ്റ്, വാഗ്ദാനങ്ങൾ, പരിപാടികളൊക്കെ കൊള്ളാം, ഒരു വിഷയമുള്ള കേസല്ല. ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ഇതിലും വലിയൊരു കാര്യമില്ല. പക്ഷേ എവിടെ പ്രകൃതി ദുരന്തമുണ്ടായിട്ട് അവിടെ ഒരു എന്താ പറയുക, ആളുകൾക്ക് എത്രയും മോശമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ വന്നാലും സർക്കാർ വരും, സന്നദ്ധ പ്രവർത്തകർ ആളുകളുമായിട്ട് ഒരുപാട് പേര് വന്ന് ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കും. പക്ഷേ ആദ്യത്തെ ഒരു 10-15 ദിവസം കൊണ്ട് മാത്രം എന്താ പറയുക, ആ ഒരു ഫേസ് നമ്മൾ കാണുള്ളൂ. സഹായം കിട്ടി. പിന്നെ ഇവർ കയറി ഇറങ്ങേണ്ടത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെ ഇറങ്ങണം. പിന്നെ എല്ലാ മന്ത്രിമാരെ PAൻ്റെ പിന്നാലെയും പോകണം, MLAൻ്റെ പിന്നാലെ പോകണം, MP-ൻ്റെ പിന്നാലെ പോകണം. ഇതന്നെയായിരിക്കും പിന്നെ ജീവിതം വരുന്നത്. ആ ഒരു അവസ്ഥ ഇവിടെ വരാൻ പാടില്ല. ഇവിടെ പ്രോപ്പറായിട്ട് അവർക്ക് എന്താണോ അവരുടെ റിക്വയർമെൻ്റ് ആവശ്യമുള്ളത് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റണം സർക്കാരിനെ കൊണ്ട്. പിന്നെ കയറിയിരിക്കാനൊരു വീട് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വീട് പണിഞ്ഞു കൊടുത്തിട്ട് ഈ അവസ്ഥ വരുത്തരുത്. കുത്തി ഒളിച്ച് ചോരിനെ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കണേക്കാൾ നല്ലത് ഉണ്ടാക്കി കൊടുക്കണ്ട, വാഗ്ദാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വൃത്തിക്കും വെടുപ്പിലും ഒരഴിമതി ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പം ജനങ്ങൾ കൈയടിക്കും. ഇല്ല, പ്രഹസനത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 10-15 ദിവസം ഇതേമാതിരി എല്ലാം ചെയ്തു കൊടുക്കും. ടൗൺഷിപ്പ് വരും, പ്രൊജക്റ്റ് വരും. പിന്നെ ടൗൺഷിപ്പ് കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്ക് ഒട്ടും എന്താ പറയുക ഓപ്പോസിറ്റ് അല്ലാത്ത രീതിയിൽ വളരെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള ടൗൺഷിപ്പും പ്രൊജക്റ്റും കൊണ്ടുവരണം. അതിനൊരു സ്ഥലവും കണ്ടുപിടിക്കണം. അല്ലാതെ ഇപ്പോൾ റിപ്പോർട്ടർ TV കണ്ടു ഞാൻ, അവരൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് താല്പര്യമുണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരും. പക്ഷേ എൻഡ് റിസൾട്ടിൽ ഇവർക്ക് താമസിക്കാൻ പറ്റണം. ഇതേപോലെ ചോർന്നൊരിക്കുന്നൊരു സാധനം ആവരുത്.